ഹലോ. അപ്പം ഇന്ന് മഴയില്ലാത്ത ഒരു ശാന്തസുന്ദരമായ പ്രഭാതമാണ് കേട്ടോ. കാലത്ത് എണീറ്റ് വന്ന് നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല. അപ്പോൾ ഒന്ന് കുളിക്കാൻ മടിച്ചു. എന്നാലും ശരിയെന്ന് പറഞ്ഞ് കട്ടൻ ചായ വെച്ചു. ഞാൻ ചായ കുടിച്ചു. അപ്പോൾ പൊന്നൂസ് എണീറ്റ് വന്ന പാടെ പൊന്നൂസിനൊരു പണി കൊടുത്തു. ഇന്ന് ഒന്നാമത് ഞായറാഴ്ച, പിന്നെ രാമായണ മാസം കൂടിയല്ലേ, അപ്പം മാറാലയൊക്കെ തട്ടാനായിട്ട് കൊടുത്തു. അപ്പോൾ അതിനിടയിൽ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് ദോശയാണ്, മസാല ദോശ. അപ്പോൾ കുറേ നാളായി നമ്മൾ മസാല ദോശയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊന്നൂസിനും സ്കൂളില്ല, എല്ലാവരും കൂടെ വീട്ടിലുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായി എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. എന്തായാലും നല്ല റോസ്റ്റ് പരുവത്തിൽ ദോശ ഒഴിക്കാനായിട്ട് പറ്റിയ മാവാണെന്നാണ് തോന്നിയത്. മോനേട്ടന് വയ്യാണ്ടായ പിന്നെ നമ്മൾ അധികം മസാല ദോശ ഇവിടെ ചെയ്തിട്ടേ ഇല്ല. കാലത്ത് ഫിസിയോതെറാപ്പിക്കൊക്കെ പോണ തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇഡ്ഡലിയാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ ഇഡ്ഡലി തന്നെയാണ് മിക്ക ദിവസങ്ങളിലും ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് 2 ദിവസമായി പൊന്നൂസ് പറയുന്നുണ്ടായിരുന്നു മസാല ദോശ കഴിക്കണമെന്ന്. എന്നാൽ ശരിയെന്ന് വെച്ചിട്ട് ഇന്ന് ചെയ്തു. അപ്പോൾ ദോശയുടെ കൂടെ നമ്മൾ കട്ടി ചമ്മന്തിയും പിന്നെ മുളക് ചുട്ട ചമ്മന്തിയും അതിൻ്റെ കൂടെ തന്നെ നല്ല പൊടിയും, അപ്പോൾ എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ മഴയില്ലാത്തതിനും വേണ്ടി ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുമ്പോഴത്തേക്കും മോനേട്ടനും കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ മോനേട്ടനുള്ള ദോശ കൂടെ കൊടുത്തു, കൂടെ ഞാനും ഇരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പുറത്ത് നല്ല മഴയും അങ്ങനെ ചൂട് മസാല ദോശയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇവർ അഭിപ്രായം ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ഞാൻ തന്നെ ചെയ്ത ദോശയ്ക്ക് ഞാൻ കുറ്റം പറയില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.